ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ VT ജെബിസിതത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത്. നാം ഇന്ന് ഏത് മനുഷ്യരെയും ശ്രദ്ധിച്ചാൽ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും സന്തോഷത്തിന് വേണ്ടി പല മാർഗങ്ങൾ അന്വേഷിക്കുന്നു. ലോകമനുഷ്യനെ സംബന്ധിച്ച് സിനിമയുടെ കാഴ്ചയിലും സീരിയലുകളിലൊക്കെ സന്തോഷം കണ്ടെത്തുകയാണ്. ചിലർ മദ്യപാനത്തിലും മറ്റ് ലഹരി വസ്തുക്കളിലും അഭയം പ്രാപിച്ച് അവയിൽ സന്തോഷം കണ്ടെത്തുവാനായി ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസി സംബന്ധിച്ച്, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവൻ സന്തോഷം കണ്ടെത്തേണ്ടത് ക്രിസ്തുവിലാണ്, കർത്താവിലാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ പിന്നാലെ, ലോക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകുന്നവരുടെയൊക്കെ സന്തോഷം എന്നൊക്കെ പറയുന്നത് ക്ഷണഭങ്കുരമാണ്. ജീവിതത്തിൽ പ്രശ്നസങ്കീർണമായ അവസ്ഥയിൽ കൂടി കടന്നുപോയി സന്തോഷം നഷ്ടപ്പെട്ടവരായി അല്പം വിഷത്തിലോ അല്പം കയറിലോ ജീവിതം അവസാനിപ്പിക്കുന്ന അനേകരെ കാണാറുണ്ട്. ചിലർ മറ്റ് കുറുക്ക് വഴികൾ തേടാറുണ്ട്. ഇതൊക്കെ ലോകത്തിൽ ആശ്രയിച്ച്, ലോക സന്തോഷങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥയാണ്. എന്നാൽ ഒരു ക്രിസ്തു ഭക്തൻ അവൻ്റെ ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നവനായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തനിക്ക് സന്തോഷിപ്പെന്ന് പറയുവാൻ യാതൊരു വകയും മുമ്പിലില്ല. കാരണം താൻ ഇപ്പോൾ റോമിലെ കാരാഗൃഹത്തിലാണ്. അവിടെ കിടന്നുകൊണ്ടാണ് പറയുന്നത്, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു നിമിത്തം തടവിലാക്കപ്പെട്ടപ്പോഴും അവർ സന്തോഷിക്കുകയാണ്. അവിടെ സന്തോഷത്തിന് യാതൊരു വകയും കാണാനില്ല. കാരണം പകലിൽ ചന്തസ്ഥലത്തൂടെ അവരെ വലിച്ച് ഇഴച്ച് അവരുടെ വസ്ത്രം ഉരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിച്ച് തടവിലാക്കിയിരിക്കുകയാണ്. കൈകൾ ആമത്തിലിട്ടിരിക്കുന്നു. എന്നാൽ അർദ്ധരാത്രിയായപ്പോൾ അവർ പാടി പ്രാർത്ഥിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് സന്തോഷിക്കുന്ന അനുഭവമാണ്. കാരണം എന്താണ്? അവർ ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തിയവരാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ കൂടെയുള്ളവൻ ഏത് സാഹചര്യത്തിലും ആയാലും
യേശുക്രിസ്തു കൂടെയുണ്ടെങ്കിൽ സന്തോഷത്തിന് വകയുണ്ട്. കർത്താവിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ സ്വീകരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് വളരെ സന്തോഷിക്കുവാൻ കഴിയും. ഏത് സന്ദർഭത്തിലും ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അപ്പോൾ നമ്മെക്കൊണ്ട് സകല തിന്മയും കളവായി പറയുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. കാരണം നാം ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും, ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും, നിരാശ വരുമ്പോഴും, നിന്ദയുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. കാരണം സന്തോഷം തന്നവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഒരുപക്ഷേ രോഗത്താൽ ഭാരപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ടവനായി നിരാശയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവനായിരിക്കാം നിങ്ങൾ. സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിച്ച് കഴിയുന്നവനായിരിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നീറി കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിരാശയുടെ ആവശ്യമില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഇമ്പമേറിയ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനായി, ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടവനായി, നിരാശയോട് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ നിരാശയുടെ അവസ്ഥയെ മാറ്റി സന്തോഷം തരുവാൻ കഴിവുള്ളവനാണ്. ആകയാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. പ്രവാചകനായ ഹബക്കൂക്ക് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല, ഒലിമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവത്തിൽ ഉല്ലസിക്കുവാൻ, ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവിൽ ആയൊരുവന് ഏതവസ്ഥയിലും സന്തോഷിക്കാൻ കഴിയും. ആകയാൽ കർത്താവിൽ എപ്പോഴും സന്തോഷമുള്ളവനായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.